ഹലോ ഗൈസ്, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഓളം കൂടി വന്നിരുന്നു ഗൈസ്. ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ നിഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ പാർട്ട് 2 അത് ഇടാം കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ചെറിയൊരു ഷെൽഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഷെൽഫ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് കഡിൽ ക്ലൗഡ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് റെഡിയാക്കി, നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോൺ പെട്ടി ഉണ്ടായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചിൻ്റെ പുതിയ ഫോൺ വാങ്ങിയാലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് എടുത്തിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ ചെയ്യുന്നേക്കാളും ഒന്നുകൂടി വെറൈറ്റി ആക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കി ഗൈസ്. അപ്പോൾ അപ്പുറത്ത് സർക്കിൾ വെട്ടിയെടുക്കുന്നുണ്ട് കാർഡ്ബോർഡുമേ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ചെയ്തെടുത്തു. പിന്നെ ഞാൻ നല്ല മുകളിൽ വെട്ടിയെടുത്ത ഭാഗം പിന്നെ ഞാൻ മറ്റേ അടിക്ക് ഉള്ളതും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ മാസ്കിൻ ടൈപ്പ് വെച്ചാണ് ഒട്ടിച്ചാൽ നോക്കിയത്, പക്ഷേ എന്ത് ചെയ്ത് മാസ്കിൻ ടൈപ്പ് ശരിക്കും നിൽക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത് മറ്റേ പ്ലാസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വലിയ സൈസുണ്ട്, ചെറിയ സൈസുണ്ട്. ഞാൻ ചെറിയ സൈസാണ് വാങ്ങിയത് ഗൈസ്. അപ്പം വെറും 60 രൂപയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ന്യൂ മാർട്ടിൽ നിന്ന് പൂക്കളത്തൊരു വാങ്ങിയതാണ് ഗൈസ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒട്ടിച്ചെടുത്ത് റെഡിയാക്കുന്നുണ്ട്. ഞാൻ പാർട്ട് 2 വരുന്നതാണ്. നിഫുൻ്റെ ബർത്ത്ഡേൻ്റെ ഇന്നാണ് നിഫുൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ രാവിലെ തന്നെ ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ വിടുന്നതാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാൻ നോക്കുകയാണ്. അവളവിടെ മറ്റേ സർക്കിളിന്മേൽ പെയിൻ്റ് അടിക്കുന്നുണ്ട്, ഞാൻ അതുപോലെ തന്നെ റെഡിയാക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അടിയത്തെ ചെറിയ കുഞ്ഞ് ഷെൽഫ് ഞാൻ ബാക്ക് തിരിച്ചിട്ടായിരുന്നു വെച്ചത്. പക്ഷെ ഞാൻ വെച്ചപ്പോൾ ഇതായിക്ക് നല്ല ടൈറ്റായി. അപ്പോൾ ടൈറ്റായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് റെഡി ആക്കിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ മറ്റോടെ തന്നെ വെച്ചു. അപ്പോൾ എന്തൊക്കെയോ വെയിറ്റ് കണ്ടോ, ആ ബാൻ ഞാൻ വെച്ചു ഗൈസ്. അപ്പോൾ മറ്റേ റെഡ് കളർ കൊടുക്കേണ്ട ആവശ്യമില്ല വിചാരിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ചായ കണ്ട് ഈവനിങ് സമയമായതുകൊണ്ട് ഞാൻ മിച്ചറും ചായ കുടിച്ചു ഗൈസ്. എനിക്ക് മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഇനി പെയിൻ്റ് അടിക്കണം. പിന്നെ ബാക്കി ഓള് ഫുള്ളപ്പോൾ പെയിൻ്റ് അടിച്ച് ഫിനിഷാക്കി. പിന്നെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ മറ്റതും കൂടി പെയിൻ്റ് അടിച്ചെടുത്ത് ഗൈസ്. ഒരു മിക്സ് കളറാക്കി പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈറ്റ് പിങ്കിൽ ഒരു കുപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സെറ്റായിട്ടുണ്ട്. മറ്റേ രണ്ടാമത്തേത് ആ റെഡ് ഉള്ളത് അടിയിലൊക്കെ നല്ലോണം കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 സെറ്റായി. പിങ്ക് നല്ലോണം കാണുന്നുണ്ട്. അപ്പോൾ ആകെ കൺഫ്യൂഷനായി ഗൈസ്. അപ്പോൾ കുറച്ച് ചാർജുള്ളൂ, അതുകൊണ്ട് വേഗം സ്വിച്ച് ഓഫ് ആകാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനൊരു സ്ട്രോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നടു കട്ട് ചെയ്ത് 4 പീസാക്കി. 4 പീസാക്കിയപ്പോൾ തന്നെ എനിക്ക് റെഡി ആവില്ലേ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഗ്ലോ ഗണ്ണൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 പീസ് എടുത്തിട്ട് ചെയ്തു ഗൈസ്. അപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താവുമെന്നൊന്നും അറിയില്ല, വന്ന് പോരുമെന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അപ്പുറം പോയി ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ബാക്കിൽ ഇതാ ഫ്ലഗ്. ആ ഫ്ലഗല്ല പിന്നെ മറ്റേ, അപ്പോൾ ഞാൻ അവിടെ തന്നെ ഗ്ലോ ഗണ്ണിൻ്റെ ഇത് ഫ്ലഗ് കുത്തി വെച്ചു ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പോരുക വീണ്ടും ചെയ്യുക വീണ്ടും പോരുക. അപ്പോൾ ഞാൻ എന്ത് നല്ല സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തത്. പിന്നെ വെച്ചപ്പോൾ അതും കൊള്ളായി, ആകെ എന്തൊക്കെയോ ആയി. അപ്പോൾ അതിന് ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുമ്പൊന്ന് ഇതേപോലെ ചെയ്തിട്ടുണ്ട്, അത് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ബാക്കി ചെയ്യാൻ കഴിഞ്ഞില്ല ഗൈസ്. പാർട്ട് 2 വരുന്നതാണ്. ബൈ ബൈ.